ദരിദ്രപുത്രൻ. പാട്ട് പാടുന്ന പെട്ടിയെ പറ്റി മോനെ പഠിപ്പിക്കുന്ന മാഷ് പറഞ്ഞു. പാടുന്ന പെട്ടിയോ? അത് കേട്ടപ്പോ മോനൊരാഗ്രഹം, പാടുന്ന പെട്ടി ഒന്ന് കാണണമെന്ന്. വേണം, പാടുന്ന പെട്ടി കാണണം. കണ്ടില്ലേ, ഈ വാശി കാലത്തെ തുടങ്ങിയതാ. കാലത്തല്ല, ഇവൻ ജനിച്ചപ്പോഴേ വാശിക്കാരനാ. താനൊരു പാട്ടുപെട്ടി സംഘടിപ്പിച്ച് മോനെ കാണിക്ക്. അത് ഞാൻ... എന്താ ഒരു സംശയം മടിയും? പറഞ്ഞാൽ അത് കൊണ്ടുവരണം, മനസ്സിലായോ? നാട്ടിലെ മാഷുമാർ ഓരോന്ന് പറയും, അത് കേട്ട് താളത്തിന് തുള്ളാൻ കുറെ മണ്ടന്മാരും. പാടുന്ന പെട്ടി കിട്ടിയില്ലെന്ന് തുള്ളൽക്കാരോട് പറഞ്ഞാലോ? ബെസ്റ്റ്. കടിയനോട് അങ്ങനെ പറഞ്ഞാലത്തെ സ്ഥിതി തനിക്കറിയില്ലേ? ശരിയാ, പിന്നെ കടിയൻ തന്റെ മുതുകത്ത് താളം പിടിക്കും, പാട്ട് തന്റെ വകയും. ഒരു വഴിയുണ്ട്. പാടുന്ന എലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഉഷാറായിട്ട് പാടും. എന്നാൽ അവനെ വിളി. പാട്ടെലിയപ്പൻ വരുന്നുണ്ട്. ആദ്യം ഒന്ന് പാടിച്ചു നോക്കണം. മോൻ ഈ പെട്ടിക്കകത്തു കയറിയിരിക്കണം. എന്നിട്ട് പെട്ടിയിൽ തട്ടുമ്പോൾ പാടണം. ഒരു കുരുത്തം കെട്ട പയ്യനെ കേൾപ്പിക്കാനാ. പെട്ടി പാടുന്നതായേ തോന്നാവൂ. മോൻ പുറത്തു വരരുത്. തട്ടിയാൽ പെട്ടി പാടുമെന്നോ? നോക്കട്ടെ. പാടും ചേട്ടാ. ഈ പെട്ടിക്ക് എന്റെ കൂടെ പഠിക്കുന്ന കുറുക്കുയലിയുടെ ശബ്ദമാ. എലിയപ്പൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നോ? അത് പിന്നെ സാങ്കേതിക വിദ്യ വികസിച്ചതുകൊണ്ടാ. പോയിട്ട് ഉച്ചയ്ക്ക് വരാം. പാട്ടുപെട്ടി തിരിച്ചു കൊടുക്കണം. എടോ നിൽക്ക്. ചതിച്ചു. അകത്തി എലിയാണെന്ന് മണ്ടന് പിടികിട്ടിക്കാണും. മോനൊരാഗ്രഹം, ഇതുപോലെ മോന്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരുടെയും ശബ്ദമുള്ള പാട്ടുപെട്ടി വേണമെന്ന്. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ ഗുലുമാൽ. അയ്യോ.